Chapter 11 Dual Nature of Radiation and Matter. Key points: emission of electrons, photoelectric effect, Einstein experiment, particle nature of light, matter wave, and Davison-Germer experiment. First topic: electron emission. 4 ടൈപ്സിലാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക. ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടണ ആ ഒരു പ്രോസസ്സ് 4 തരത്തിലുണ്ട്. ഒന്ന് തെർമിയോണിക് എമിഷൻ, 2 ഫീൽഡ് എമിഷൻ, സെക്കൻഡറി എമിഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. തെർമിയോണിക് എമിഷൻ ആണെങ്കിൽ നമ്മളൊരു ഫിലമെൻറ്റിൽ കറണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ്. സോ ഇലക്ട്രോൺസിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുറത്തേക്ക് വിടണം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ഫീൽഡ് എമിഷൻ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റൽ സർഫസിൽ നമ്മൾ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യണം. അതാണ് ഫീൽഡ് എമിഷനിൽ നടക്കണേ. ഇനി സെക്കൻഡറി എമിഷൻ, അതായത് ഹൈ സ്പീഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഒരു മെറ്റൽ സർഫസിൽ നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യുക. അങ്ങനെ ലിബറേറ്റ് ചെയ്യാൻ കാരണം ഈ ഹൈ സ്പീഡ് ബീം ഓഫ് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ലിബറേറ്റ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ ഒരു ഫിനോമിനോണാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, the phenomenon of emission of photoelectrons from the surface of a metal irradiated with suitable radiation is called photoelectric emission. അതായത് ഇതുപോലെ തന്നെ ഒരു മെറ്റൽ സർഫസിൽ സ്യൂട്ടബിൾ റേഡിയേഷൻ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യണ ആ പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനൺ ഡിസ്കവർ ചെയ്ത് ഹെൻറി ചേർട്സ് ആണ്. അങ്ങനെ എമിറ്റ് ചെയ്യണ ആ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇനി ആ ഫോട്ടോ ഇലക്ട്രോൺസ് വഴി ഉണ്ടാവണ കറണ്ട്, അതാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. പിന്നെ ദ സബ്സ്റ്റൻസ് വിച്ച് എമിറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. അതായത് ഫോട്ടോ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണ ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. എക്സാമ്പിൾ പൊട്ടാസ്യം, സിങ്ക്, സീഷ്യം, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുക 5 വെച്ചിട്ടാണ്. It may be defined as the amount of minimum light energy required to eject an electron from the metal. അതായത് ഒരു സ്യൂട്ടബിൾ റേഡിയേഷൻ വന്ന് മെറ്റലിൽ ഇൻസിഡൻറ്റ് ചെയ്താലാണ് ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി, അതായത് മിനിമം ലൈറ്റ് എനർജി റിക്വയർഡ് ടു ഇജക്റ്റ്, അതായത് ആ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുക 5 വെച്ചിട്ടാണ്. 5 is equal to h nu 0. ഇതിൽ nu 0 എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി, h is the Planck's constant. നെക്സ്റ്റ് ടോപ്പിക് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. 4 ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ, the photoelectric emission is an instantaneous phenomenon. That is, there is no time lag between the incident of radiation and photo emission. അതായത് ഇതൊരു ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൺ ആണ്. അതായത് ലൈറ്റ് വന്ന് പതിക്കണതും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യണതും തമ്മിലൊരു ടൈം ലാഗ് ഇല്ല. നെക്സ്റ്റ്, ഫോർ എ ഗിവൺ മെറ്റൽ there exists a certain minimum frequency of the incident radiation below which no emission is possible. This frequency is called threshold frequency. അതായത് ആ ഇൻസിഡൻറ്റ് ചെയ്യണ ലൈറ്റിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി ഉണ്ടായാൽ മാത്രമാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുള്ളൂ. ആ ഒരു മിനിമം ഫ്രീക്വൻസിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. നെക്സ്റ്റ്, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് അപ്പോൺ ദ ഇൻറ്റൻസിറ്റി. അതായത് ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അത് ഇൻറ്റൻസിറ്റിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ബട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി. എത്രമാത്രം ഫോട്ടോ ഇലക്ട്രോൺസ് ആണ് ഇജക്റ്റ് ചെയ്യുന്നത് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആയിരിക്കും. ഫ്രീക്വൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് 4 ലോസ് എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ആണ്. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് പറയുന്നത് ഇത്രയാണ്. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്
കൺസിസ്റ്റ് ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട ഓർ ഫോട്ടോൺസ്. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി, അതാണ് ലൈറ്റ്. കുറേ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കണ്ടെയ്ൻ ചെയ്താണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റിനുള്ളിൽ ഇതാണ് ഉണ്ടാവുക. ഈ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന പേരാണ് ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോൺ. ഇതിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു h nu ആണ്. ഓക്കെ, ഇനി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ ഈ മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡൻ്റ് ചെയ്യാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ടൈം ലാഗ് ഇല്ലാതെ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യണ ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് h nu ആണ്. ഈ എനർജി രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് അവർ യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്യിപ്പിക്കാൻ. സെക്കൻഡ് വൺ ഈ ഇലക്ട്രോൺസിന് ഒരു കൈനറ്റിക് എനർജി സപ്ലൈ ചെയ്യുന്നത് ഈ h nu എന്ന് പറയുന്നത് എനർജിയാണ്. So according to law of conservation of energy, energy of incident photon is equal to work function plus maximum kinetic energy of photoelectron. Energy of incident photon h nu ആണ് equal to 5 plus half mv square. 5 നമുക്കറിയാം h nu 0 ആണ്. So h nu is equal to h nu 0 plus half mv square. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu 0. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അനദർ ഫോം എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു c ബൈ ലാംഡ. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു hc ഇൻറ്റു 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ 0 എന്ന് കിട്ടും. ഇതാണ് അനദർ ഫോം ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ സെറ്റപ്പ് കൺസിസ്റ്റ് ചെയ്യണത് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ദാറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്, കാഥോഡ് ആൻഡ് ആനോഡ്. അത് സിങ്ക് ഇലക്ട്രോഡാണ്. ഈ കാഥോഡും ആനോഡും ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തേക്കാണ് ത്രൂ എ കീ കെ. ഇനി ഇലക്ട്രോഡ്സിന് അക്രോസ് ആയിട്ട് നമുക്ക് വാരിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി UV റേഡിയേഷൻ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണു. എമിറ്റ് ചെയ്യണ ഇലക്ട്രോൺസിനെ ക്യാച്ച് ചെയ്യുക ഈ ആനോഡാണ് ക്യാച്ച് ചെയ്യുക. ഇനി ഇതിലൂടെ ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൻസിറ്റീവ് അമീറ്റർ ഇവിടെ യൂസ് ചെയ്തേക്കാണ്. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇങ്ങനെ ഈ സെറ്റപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യണ ഫാക്ടേഴ്സ് അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്, ആ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ഉണ്ടാവുന്ന മാറ്റം എന്താണ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണ ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് നമ്മൾ ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യാണ്. എക്സ് ആക്സിസിൽ ഇൻറ്റൻസിറ്റിയും വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും വെച്ചുകൊണ്ട് ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഈസ് പാസിങ് ത്രൂ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണതും കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടിയത്. നമുക്ക് കിട്ടിയത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഇൻറ്റൻസിറ്റി, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണതും ഇവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇതിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ട് പോണ്. സോ ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് മാക്സിമം വാല്യൂക്ക് എത്തും. ആ മാക്സിമം വാല്യൂനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസ് ചെയ്യണു. എന്നിട്ട് സീറോയ്ക്ക് എത്തുമ്പോൾ ഉണ്ടാവണ ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് അപ്പോൺ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുക V0 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഹാഫ് mv മാക്സിമം സ്ക്വയർ ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു E എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി അടുത്ത് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ ഫ്രീക്വൻസി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണു അതും ഈ ഗ്രാഫിൽ നിന്ന്, അതായത് എക്സ്പെരിമെൻറ്റിൽ നിന്ന്
അതിൻ്റെ ഫൈനൽ റിസൾട്ട് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഇഫക്റ്റും, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഫ്രീക്വൻസി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്. അതായത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഹയർ ആകുമ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി വരും. അതായത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പോൾ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുകയാണെന്നാണ് കാണിക്കുക. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ. ഫോട്ടോണിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയണത്. ഫസ്റ്റ് വൺ ഈസ് ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് പ്രോട്ടോൺ. ഫ്രീക്വൻസി റിമൈൻസ് അൺചേഞ്ച്ഡ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാവണില്ല, അത് റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 0 ആണ്. എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, ദാറ്റ് ഈസ് എച്ച് സി ബൈ ലാംഡ. ന്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ആണ്. നെക്സ്റ്റ് ടോപ്പിക് മാറ്റർ വേവ് ഓർ ഡി ബ്രോഗ്ലി വേവ്. According to de Broglie, each moving particle is associated with a wave and is called matter wave. Matter wave എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് നേച്ചർ ലവ് സിമെട്രി. അതായത് ഡി ബ്രോഗ്ലി പറയുന്നതാണ് ഓരോ മൂവിങ് പാർട്ടിക്കിളിനും വേവ് ഉണ്ടായിരിക്കും. ഈ വേവിനെ പറയുന്ന പേരാണ് മാറ്റർ വേവ് എന്ന് പറയുന്നത്. ഈ മാറ്റർ വേവിനെ റിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റും, ഡിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റും, ഇൻ്റർഫറൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ. എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഈ ഫോട്ടോണിനെ നമ്മളൊരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാണ് ഓഫ് മാസ് എം ആൻഡ് ചാർജ് ഇ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നതായിരിക്കും ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇതിൽ നിന്ന് എം എന്ന് പറയുന്നതായിട്ട് പറ്റും എം ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ സി സ്ക്വയർ. Then we know that momentum P is equal to m into v, that is m into c. m-ന് നമ്മൾ h nu by c square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് into c. അപ്പോൾ h nu by c എന്ന് കിട്ടും. that is p is equal to h divided by c by nu എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഈ c by nu എന്ന് പറയുന്നതാണ് ലാംഡയാണ്. സോ h by lambda. p is equal to h by lambda or lambda is equal to h by p equal to h by mv. ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ both the position and momentum of a particle at the same time exactly. There is always some uncertainty delta x in the specification of position and some uncertainty delta p in the specification of momentum. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും സെയിം ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയണത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്രസ് ചെയ്യുക ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 പൈ എന്നാണ്.